ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പം ഞാൻ ഇന്ന് ഫുൾ കോളേജിലെ ഒരു വ്ളോഗാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കട്ടെ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അത്തപ്പൂവൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അത്തം കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ അത്തം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഓ ഗൈസ്, അത്തപ്പൂ വളരെ ചെറുതാണ്. കാരണം പ്രതീക്ഷിച്ചാണെങ്കിൽ ഈ വട്ടം നമുക്ക് ഒത്തിരി പൂവൊന്നും കിട്ടിയില്ല. മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് പൂവേ ഉള്ളായിരുന്നു. അപ്പോൾ ഉള്ള പൂ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്തെങ്ങാണ്ടൊക്കെയോ പോലൊരു അത്തം ഞാൻ നിർമ്മിച്ചിട്ട്, പിന്നെ എന്താ, ഇനി എനിക്ക് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ മാത്രം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് എന്നിട്ട് കുറച്ച് ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഓണമല്ലേ, കുറച്ച് കളറായിട്ട് ഇരിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി എനിക്കൊന്ന് കഴിക്കണം, ഞാൻ കഴിച്ചില്ല. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി ഞാൻ ഫുള്ള് റെഡി ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാം, മാക്സിമം എല്ലാം ഞാൻ കാണിക്കാൻ നോക്കാം. ഓക്കെ, അത് നമുക്ക് 2 ദിവസത്തെ ഓണം സെലിബ്രേഷൻ ആണ്. ഇന്നും ഒന്ന് വ്യാഴം ഒന്ന് വെള്ളി, അങ്ങനെ 2 ദിവസത്തേക്ക്. വെള്ളിയാഴ്ച എൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പം ടൈം കിട്ടുമെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ പോയി ബാക്കിയും കൂടെ കഴിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ഫുൾ കാണിക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മളപ്പോൾ കമ്മലിടാൻ പോണ്. ഈ കമ്മലാണ് നമ്മൾ ഇടുന്നത്, ഈ ഗുണ്ടുമണി ജിമുക്ക. ഇതിന്റെ കൂടെ ഇത് നല്ല രസമാണ്. ഞാൻ എന്റെ മോൻ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഉറക്കത്തിൽ എണ്ണിച്ചതേ ഉള്ളൂ. മാമ്പോലും കഴിയിട്ടില്ല. എണ്ണീറ്റ ആളെ പിടിച്ച് ഞാൻ കമ്മല് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചോട്ട് ഈ കമ്മല് സെലക്ട് ചെയ്തു. പക്ഷെ ഇത് ഇതിന്റെ കൂടെ ചേരുമല്ലേ? ആ, നല്ല രസമുണ്ട്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഊരി വെക്കും. ഇത് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ നിർത്തി കമ്മലിട്. ആ, നല്ല രസമുണ്ടല്ലേ? ഒരു ട്രഡീഷണൽ ലുക്കാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് നാളെ അല്ലേ ഡാൻസ് പ്രോഗ്രാം, അപ്പം നാളെ ട്രഡീഷണൽ പിടിച്ചിട്ട് ഇന്ന് ചുമ്മാ ഒരു ചുരിദാർ ഇടാന്ന് വിചാരിച്ചു. ഇതൊന്ന് സെറ്റ് ആയിട്ട് ഞാൻ മുടിയും കൂടെ ഒന്ന് ഹെയർ സ്റ്റൈൽ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഹെയർ സ്റ്റൈലും കൂടെ കണ്ടുപിടിക്കും. ഇനി ഒരു മോതിരം കൂടെ കിട്ടാ കിണ്ണമെങ്കിൽ ചിരിക്കും. ഇന്ന് ഞാൻ ആദ്യമായിട്ട് നല്ല സ്മോക്കി ഐസൊക്കെ ചെയ്ത് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഒരു റീല് കണ്ടിട്ട് അതിലിങ്ങനെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കി. എന്നിട്ടാ എങ്ങനെയാണ്ടൊക്കെ ഒപ്പിച്ചെടുത്ത് ഇതുവരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇനി ഞാൻ മുടി ഇട്ടുണ്ട്, ഒരു ഹെയർ സ്റ്റൈൽ ഒപ്പിച്ച് കെട്ടിയിട്ട് അതെടുത്ത് കാണിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഉറക്കപ്പിച്ചിൽ നിന്നും എണീറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മോൻ കഴിയിട്ടേ ഉള്ളൂ. കുഞ്ഞു രാവിലെ ഇവിടെ അത്തം ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഞാനിപ്പോ ഇയറിംഗ്സ് ഇട്ട് ഫൈനൽ ഗൈസ്, ഇവളിപ്പോ ഒരുങ്ങി കെട്ടിയിട്ട് കാണാ ഗൈസ്, മഴ വരുന്നുണ്ട്. ഇങ്ങനെ മഴത്തുള്ളികൾ കാണുന്നുണ്ടോന്നറിയില്ല. ഫൈനൽ ഔട്ട്ഫിറ്റ് ആൻഡ് മേക്കപ്പ് ലുക്ക്. അപ്പൊ ഇന്ന് പൊന്നു ഫുൾ കോളേജിലെ വ്ളോഗാണ് എടുക്കുന്നത്. എന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തത് നമ്മള് കാണത്തില്ല. ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നു. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വിടാം. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്കിപ്പം പൊന്നിന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കൊടുക്കാം. ഫോട്ടോസ്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വലുതായി കണ്ടോ. അപ്പൊ അവരോട് കാണിക്കാം. മഴയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് പൊന്നിനെ കോളേജിൽ എത്തിക്കാം. അല്ലെങ്കിൽ പൊന്നെ ഒരേം കിട്ടിയതൊക്കെ വെറുതെ ഓക്കെ. ഓക്കെ കൊള്ളാടെ. നിന്റെ ഫോൺ ഇവിടെ ഇരിക്കുക. സോ ഗൈസ്, നമുക്കിപ്പോ
കോളേജിലേക്ക് പോകാം. ഈ വണ്ടി പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഹെൽമെറ്റ് വെക്കുമ്പോ എന്റെ ഹെയർ മൊത്തത്തിയാകെ പനലായി പോകും. എന്തായാലും ക്ലാസ്സിൽ ചെന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മുടിയൊക്കെ കെട്ടി സുന്ദരിയാവണം. ഓക്കെ ബൈ. അപ്പം ബാക്കി കോളേജിൽ ചെന്നിട്ട് കാണാം. പൈസ അപ്പം വണ്ടി ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ മഴ മുൻപ് വിടാമോ? അങ്ങനെ ചോട്ടു എന്നെ കോളേജിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ കോളേജില് നമ്മുടെ സീനിയേഴ്സ് ചേച്ചിമാരും ചേട്ടന്മാരും അത്തപ്പൂക്കൾ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ദാണ്ടി ഗൈസ്, ഇവിടെ ചേച്ചിമാരും ചേട്ടന്മാരും അത്തപ്പൂക്കൾ ഇടാം. ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ പിന്നെ കാണിക്കാവേ. സോ ഗൈസ്, നമ്മള് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളും നമ്മുടെ ഫ്രണ്ട്സും കൂടെ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം. ഓക്കെ, പിന്നെ എൻ്റെ ഇയറിങ്സ് ഒക്കെ ഞാൻ ഊരി വെച്ചേ, കാരണം നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് അതിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിന്റെ കാണിച്ചിട്ടാ. ഓക്കെ, പുറത്തോട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ലെമൺ ആൻഡ് സ്പൂൺ റൈസ് ആയിരുന്നു. ഞാനും ചേർന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആദ്യം തന്നെ എൻ്റെ നാരങ്ങ തറയിൽ പോയി ഔട്ടായി ഇങ്ങ് തിരിച്ചു പോകുന്നത്. ഗൈസ്, അപ്പോ ഇപ്പൊ 2 പരിപാടിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ലെമൺ ആൻഡ് സ്പൂൺ റൈസും, പിന്നെ രണ്ടാമത്തത് കസേര കളിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഗെയിംസ് ഉണ്ട്, ബാക്കി കാണിച്ചു തരാം. ഞാൻ ലെമൺ ആൻഡ് സ്പൂൺ റൈസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഔട്ട് ആയിപ്പോയി ഗൈസ്. ബാക്കി ഗെയിംസ് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് നമ്മുടെ കോളേജിലെ വടംവലിയാണ്. അപ്പോൾ നമുക്ക് വടംവലി കാണാൻ പോവാം. ഓക്കെ, ലെറ്റ്സ് കം ഓൺ ഗൈസ്. ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പിന്നെ വന്നു. കരിപ്പേ ഇവിടെ തഴുകു വാങ്ങുമോ? ടൈറ്റ് ചെയ്താ മതി.
അനക്കത്തില്ലടി ഇപ്പഴേ അനക്കത്തില്ല. എണീച്ചാ പോവും. അവരനങ്ങുന്നില്ല, ഒരു നിശ്ചലമായിട്ട്. ഫൈനൽ മിസൈൽ. നിന്നാ മതി. 3 മിനിറ്റിൽ അരിസാർ വാങ്ങിച്ചത്. അനക്കത്തില്ലടി ഇപ്പഴേ. ഇപ്പഴേ അനങ്ങി കഴിഞ്ഞ ഫൈനൽ മിസൈൽ. ഫൈനൽ മിസൈൽ. വന്നു. അഞ്ചു വലിക്കേ.
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി താഴെ ഒരു ഹോട്ടലിൽ പോയി. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ജ്യൂസും പിന്നെ പപ്സൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് തിരിച്ച് കോളേജിലേക്ക് പോവാണ്. അങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്ത് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ട്രാൻസിഷനൊക്കെ എടുത്ത് അടുത്ത പരിപാടി മറ്റേ കലം ഉടയ്ക്കുന്ന ആ ഒരു മത്സരമായിരുന്നു. ഇത് നമ്മുടെ സാറാണ്. അങ്ങനെ സാറ് കലം അടിച്ച് ഒടിക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. അടുത്തത് കുളംകരയാണ്. കുളംകര ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിലെ ഓണം സെലിബ്രേഷൻ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചെടുക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബോറായിപ്പോവും. പിന്നെ ഇന്നലെ ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ട് വീഡിയോ എൻ്റെ കണ്ടിന്യൂഷൻ മുതലാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ബാക്കി ചെണ്ടമേളം ഡാൻസ് പരിപാടി അതൊക്കെയാണ്. അപ്പൊ എന്റെ ഡാൻസ് ഉണ്ട്. ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന എടുക്കാൻ പറ്റിയില്ലല്ലേ? ഇല്ല എടുക്കാൻ പറ്റിയില്ല. വേറെ അതുകൊണ്ട് നമ്മൾ ഇപ്പത്തേക്കത് എടുക്കുന്നു. അപ്പൊ ഇന്നലെ നമ്മള് ഇന്ന് എന്റെ ഡാൻസ് ഉണ്ട്. ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ധാവണി പോട്ട ദീപാവലി ഏതായിരുന്നു സാധനം? മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇന്നത്തെ ഇന്നലെ നമ്മള് ഇന്നലെ എവിടെ വെച്ചായിരുന്നു നിർത്തിയത്? നീ സ്കൂളിൽ വെച്ച് തന്നെ നിർത്തി? അല്ല സ്കൂളല്ല, കോളേജ്. അവിടെ വെച്ച് തന്നെ നിർത്തി. എന്നിട്ട് വീട്ടിൽ വന്ന് ബാക്കി എടുക്കാൻ പറ്റിയില്ല. ഇന്ന് വൈൻഡപ്പ് ചെയ്യും. വൈകുന്നേരം വീട്ടിൽ വന്ന് വൈൻഡപ്പ് ചെയ്യും നമ്മൾ വീഡിയോ. ബാക്കി വിശേഷങ്ങളോടെ കാണാം. അപ്പൊ ഞാൻ കോളേജിൽ പോവാൻ വേണ്ടി ഇറങ്ങുമോ? ഇന്നെന്റെ അത്തം ഭയങ്കര മഴ രാവിലെ. ഇന്നലത്തെ അത്തം കുറച്ച് ചെറുതായിപ്പോയി. അത് പൂ കുറവായിരുന്നു ഇന്ന്. പിന്നെ മറ്റേ മഴ വന്ന് മൊത്തത്തിൽ നശിപ്പിച്ചു പോയി. അപ്പം ഞാൻ ഇന്നലത്തോനെ തന്നെ ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല. രാവിലെ തന്നെ ഇവളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ. അപ്പം ഞാൻ ഉറക്കപ്പിച്ചാണ്. ഓക്കെ, നീ എന്ത് പറയാനുള്ളേ? ഇനി നേരെ കോളേജിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ അവസാനം കോളേജിലെത്തി, ക്ലാസ്സിലെത്തി. ഞാൻ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതെൻ്റെ ഫ്രണ്ട് അഞ്ജുവാണ്. അങ്ങനെ നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് പ്രാക്ടീസ് ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലെ കൊച്ചു പിള്ളേരുടെ ഓണാഘോഷമായിരുന്നു. തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ട്രാൻസിഷനൊക്കെ എടുത്ത് നേരെ താഴേക്ക് പരിപാടി സ്ഥലത്തേക്ക് ചെന്ന് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പരിപാടികളെല്ലാം കാണാം. ഓക്കെ, പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെനിക്ക് എന്തായാലും നേരത്തെ അറിയാവുന്നൊരു സംഭവമായിരുന്നു. അതെങ്ങനെ നിറയ്ക്കണമെന്ന്. നേരത്തെ എനിക്ക് പണ്ട് ഞാൻ കളിച്ചിട്ടുള്ള ഓണപ്പരിപാടികളിലൊക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഗെയിമിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. സമ്മാനമായിട്ട് എനിക്കൊരു കപ്പും കിട്ടി ഗൈസ്.
അടുത്തത് ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്നൊരു ഗെയിമായിരുന്നു. മെയിനായിട്ട് എനിക്ക് ബലൂൺ പൊട്ടിക്കുന്ന ആ ഒരു സൗണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ എനിക്ക് ബലൂൺ വീർപ്പിക്കാനും അറിയത്തില്ല. ബാക്കി എല്ലാവരും വീർപ്പിച്ചിട്ടും ഞാൻ മാത്രം അവിടെ ബലൂൺ വീർപ്പിച്ചില്ല ഗൈസ്. മൊത്തത്തിൽ ഒരു കോമഡി ആയിരുന്നു. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ആൾക്കാർക്ക് കിട്ടി, എനിക്കതിലൊന്നും കിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ കോളേജിൽ മാഗസീൻ്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് പോയി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബാക്ക് ടു പരിപാടിയിലേക്ക് വന്നു. ആദ്യം തിരുവാതിരയായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ തിരുവാതിരയായിരുന്നു ഗൈസ്. ഇത് അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ അല്ലാത്ത കൾച്ചറൽ പ്രോഗ്രാമൊക്കെയാണ്. സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, നമുക്കങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ പായസവും ബോഡി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഡാൻസ് പ്രോഗ്രാം ഒക്കെ മുന്നോട്ട് നടക്കുകയാണ്. ഇനി അങ്ങോട്ട് ബാക്കി സീനിയേഴ്സിൻ്റെയൊക്കെ ഡാൻസാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 7ാമത്തെ പരിപാടിയാണ് നമ്മുടേത്. അടുത്തത് നമ്മുടെ ഡാൻസ് ആണ് ഗൈസ്.
ഇനി നമ്മുടെ അടുത്ത പരിപാടി ചെണ്ടമേളമാണ് ഗൈസ്. ചെണ്ടമേളവും DJയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ചെണ്ടമേളത്തിന് പോകാം. ഓക്കെ, ബാ. അറിയത്തില്ല, കിട്ടത്തില്ല. അങ്ങനെ ഗൈസ്, നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വിശന്ന് വളഞ്ഞാണ് ഗൈസ് പെണ്ണ് വീട്ടിലെത്തിയത്. അപ്പൊ നമ്മള് കുറച്ച് മൊസമ്പ് മേടിച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡാൻസും ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ഈ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോളേജ് അടച്ചു, ഓണം വെക്കേഷൻ വീണ്ടും വന്നു. പിന്നെ കുറച്ച് ഒരാഴ്ച കാണത്തുള്ളൂ, 10 ദിവസത്തെ മതിയല്ലേ. ഒരാഴ്ച വെക്കേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇനി ബാക്ക് ടു കോളേജ്. ഇന്നത്തെ നമ്മുടെ ഓണം വ്ലോഗ് ഇത്രേ ഉള്ളായിരുന്നു. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. തോനെ വീഡിയോസ് ഒക്കെ. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ആണ്. ഇനിയും കുറെ അടിപൊളി വീഡിയോസ് ഒക്കെ വരാനുണ്ട് ഗൈസ്. കാരണം നെക്സ്റ്റ് വീക്ക് വേറൊരു കിടക്കാച്ച് വീഡിയോ വരുന്നു. ഓണല്ലേ ഗൈസ്. അപ്പൊ ഓണത്തിന്റെ വ്ലോഗ് ഉണ്ട്. ഞങ്ങളുടെ ഓണം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഓണം. അതെ. അപ്പൊ പൊന്നിപ്പം കോളേജിലെ ഓണമൊക്കെ ആഘോഷിച്ചു. ഇനി വീട്ടിലെ ഓണം ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.